കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച അപകടത്തിൽ സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയിൽ. റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന മന്ത്രി. കഴിഞ്ഞ ജൂലൈ 17-നാണ് 13 വയസ്സുകാരനായ മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ചത്. ഇപ്പോൾ റീകണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത കണക്ഷൻ കൊടുക്കുമ്പോൾ ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആക്കാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ വെരി ഇവേസീവ് റിപ്ലൈ. വെദർ യു ആർ കമ്മിറ്റഡ് ലേൺ എ ലെസൺ ഫ്രം വാട്ട് ഹാപ്പൻ, അങ്ങനെയെങ്കിലും കുട്ടികൾക്ക് ഒരു സുരക്ഷ ഒരുക്കാൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം. യെസ്, ഇൻസുലേറ്റഡ് കണ്ടക്ടർ ആക്കുമോ? അല്ല, അത് പരിശോധിക്കേണ്ട. സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയാൽ അതിനനുസരിച്ചിട്ടുള്ള പരിപാടി ആസൂത്രണം ചെയ്യും. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, സേഫ്റ്റി കമ്മീഷണറുടെ നടപടി കിട്ടിയതിനു ശേഷമാണോ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് വൈദ്യുതി വകുപ്പ് പോവുക? എന്താണ് നിയമസഭയിൽ മന്ത്രി കൂടുതലായി പറഞ്ഞത്? കൊല്ലം തേവലക്കരയിൽ ജൂലൈ മാസം 17-ാം തീയതിയാണ് 13 വയസ്സുകാരനായിട്ടുള്ള മിഥുൻ സ്കൂളിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് വൈദ്യുതിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. ആ സംഭവത്തിന് പിന്നാലെ വലിയ തരത്തിലുള്ള ഒരു വിമർശനം വൈദ്യുതി മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ കേട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ നിയമസഭയിൽ മാത്യു കുഴൽനാടൻ ആദ്യത്തെ ചോദ്യമായിട്ട് വൈദ്യുതി ലൈനിൽ പൊട്ടിവീണുകൊണ്ട് സ്കൂളുകളിലും മറ്റുമൊക്കെ വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടുന്ന സംഭവത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വൈദ്യുതി വകുപ്പ് തയ്യാറാകുമെന്നുള്ള ചോദ്യം ചോദിച്ചത്. അതിനകത്ത് എന്ത് സുരക്ഷയാണ് സംസ്ഥാന സർക്കാർ വൈദ്യുതി വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് ചോദിക്കുമ്പോൾ സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാം എന്നുള്ള മറുപടിയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത്. വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴാതെ എന്ത് തരത്തിലോ മുൻപിലൊരു ഇൻസിഡന്റ് നടന്നിട്ടും എന്തുകൊണ്ട് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാനായിട്ട് സംസ്ഥാന സർക്കാർ വൈദ്യുതി വകുപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടന്റെ ചോദ്യം. അതിന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് ആശുപത്രികളും സ്കൂളുകളും പ്രത്യേകമായി കണ്ടുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം എന്നുള്ള മറുപടി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പക്ഷേ അതേസമയം സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് വൈദ്യുതി മന്ത്രി നിയമസഭയെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് കൊല്ലം തേവലക്കരയിൽ ജൂലൈ മാസം 17-ാം തീയതിയാണ് 13 വയസ്സുകാരനായിട്ടുള്ള മിഥുൻ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരണപ്പെട്ടത്. അതിന് പിന്നാലെ മാസം 2 കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് സേഫ്റ്റി കമ്മീഷണർ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കാം എന്ന് മന്ത്രി നിയമസഭയിൽ അറിയിക്കുമ്പോഴും 2 മാസമായിട്ടും എന്തുകൊണ്ട് റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിയുടെ ടേബിളിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ചോദ്യം.